ഇന്ന് നമുക്ക് പൈനാപ്പിൾ ചേർത്തിട്ട് നല്ലൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കാം. ഇതിന് കുറേ പൈനാപ്പിളൊന്നും ആവശ്യമില്ല. ഒരു 3-4 ചെറിയ കഷ്ണങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ലൈം ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു ജ്യൂസർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ചെറിയ കഷ്ണം പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും തന്നെ വേണമെന്നില്ല. ഒരു 3-4 കഷ്ണങ്ങൾ ഉണ്ടായാൽ തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 3-4 പുതിന ഇല ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വരെ ലൈം ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത 1.5 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണ്. നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ലൈം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് ഇവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലൈം ജ്യൂസാണ്. അപ്പോൾ ഞാനിത് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ലൈം ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. പൈനാപ്പിളിൻ്റെയും ലൈമിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്